വെൽക്കം ടു സേബ ഡയറീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളുടെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ മാങ്ങേൻ്റെ കാലമാണ്. അപ്പോൾ എനിക്കും കിട്ടി നാട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ. ഇക്കാൻ്റെ ബ്രദർ ഒരു ചെറിയ വെക്കേഷന് വേണ്ടി നാട്ടിൽ പോയപ്പോൾ ഉപ്പയും മാങ്ങ, ചക്ക അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട് വരാണ്ടിരിക്കാൻ നമ്മൾ എത്ര കഴിച്ചാലും കുറച്ച് അധികം പച്ചമാങ്ങയായിട്ടും പഴുത്ത മാങ്ങയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം, നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പം കേട് വരില്ല, വേസ്റ്റായി പോവില്ല. കാരണം നമുക്ക് മാങ്ങയൊക്കെ എപ്പോഴെങ്കിലും അല്ല ഇങ്ങനത്തെ വീട്ടിലുണ്ടായതൊക്കെ കിട്ടുള്ളൂ. നമ്മളധികവും ഇവിടെ ഉപയോഗിക്കാനാണെങ്കിൽ വാങ്ങലാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിലൊരു കടുമാങ്ങ റെസിപ്പി ഉണ്ട്, പിന്നെ ഒരു ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ട്, മാങ്ങ അച്ചാറും കൊടുത്തു വിട്ടിരുന്നു കേട്ടോ. പിന്നെ പച്ചമാങ്ങ ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു മാംഗോ നമുക്ക് കുറച്ച് കാലത്തേക്ക് പഴുത്ത മാങ്ങ പൾപ്പാക്കിയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനടുത്ത് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാംഗോ പൾപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇത് ഭയങ്കര എളുപ്പം. അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുക. ഒരു 3 മാസം വരെ ഇത് കേട് കൂടാണ്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റോർ ചെയ്താൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 6 മാങ്ങ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി ഇളം പഴുപ്പാക്കുള്ളതൊക്കെ ഞാൻ പഴുപ്പിക്കാൻ വെച്ച് കുറച്ച് കഴിക്കാനുള്ള രീതിയിലും വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരു 1/2 കപ്പ് പഞ്ചസാര, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര 1/2 to 1 കപ്പ് പഞ്ചസാര വരെ പോവാം. ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് ഇടാം. ഞാൻ പിന്നെ ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗറുള്ളവരൊക്കെ വരികയാണെങ്കിൽ അത്രയും കുറച്ച് കൊടുക്കാമല്ലോ വെച്ചിട്ടാണ് ഇത്ര കുറച്ചിടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കണം. മാങ്ങ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിക്കുക. ഈ സ്കിൻ കളർ മാറണ വരെ. ഇതാ കണ്ടില്ലേ, അപ്പോൾ സ്കിൻ കളറൊക്കെ മാറി. അപ്പോൾ അതിൻ്റെ മാങ്ങൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. നമ്മൾ ഗ്രീൻ മാംഗോ ഡ്രിങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തിളപ്പിച്ച ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടി ആറിയ ശേഷം നമുക്കിതിൻ്റെ തോല് കളയാം. തോല് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തോല് കളയാം. ഇങ്ങനെ ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. ഇനി കേടുള്ള മാങ്ങകൾ, കേടുള്ള മാങ്ങ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതാണെങ്കിൽ ആ ഭാഗം കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രം എടുത്തിട്ട് അത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൾപ്പ് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൾപ്പും പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം അടിച്ചിട്ടെടുക്കുക, കട്ടയില്ലാണ്ട്. പഞ്ചസാര ഇടണമെന്നില്ല. ഇനി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ഡിഷാണോ ഈ പൾപ്പ് വെച്ചിട്ട് ഉണ്ടാക്കണേ അപ്പം ഇട്ടാലും മതി, ഓപ്ഷണലാണ്, കുഴപ്പമില്ല. കാരണം ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടുമ്പം അത് ബുദ്ധിമുട്ടല്ലേ. നമുക്കിത് ഇനി ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. നമ്മൾ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ് ജാറിൽ വെക്കുകയാണെങ്കിൽ ഇതൊരു 3-4 ദിവസം കേടില്ലാണ്ട് ഫ്രിഡ്ജിൽ വെക്കും. ഗ്ലാസ് ജാറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക്കിലൊന്നും വെക്കുന്നത് ഒരു പ്രിഫറബിൾ അല്ല. പിന്നെ നമുക്കിത് ഏത് ഡിഷിന് വേണമെങ്കിലും ഉപയോഗിക്കുക. പുഡിങ്സിന് വേണമെങ്കിൽ, മൂസസിന് വേണമെങ്കിൽ, അങ്ങനെ ഏത് ഡിഷിനും വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കുക. ജ്യൂസ് അടിക്കാനൊക്കെ ഇത് ബെസ്റ്റാണ്. പാലൊഴിച്ചിട്ടോ പാലൊഴിക്കാണ്ടോ എങ്ങനെ വെച്ചാൽ നമുക്കിത് ആവശ്യത്തിനെടുത്തിട്ട് ഉപയോഗിക്കുക. ഇനി ഞാനിത് വേറെ രീതിയിൽ കുറച്ചൊരു 3-4 മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ രീതി എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഐസ് ട്രേസിൽ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല ഐസാക്കി എടുക്കുക. ഇങ്ങനെ ഓരോന്ന് ക്യൂബ്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതെടുത്തിട്ട് നമുക്ക് സിപ്പർ ബാഗിലിട്ട് സ്റ്റോർ ചെയ്താൽ കുറേ കാലം നിൽക്കും. ഒരു 3-4 മാസം വരെ നിൽക്കും. ഇതെന്തിനാ ഐസ് ക്യൂബ്സിൽ ഇടണേന്ന് വെച്ചാൽ, ഇത് ചെറിയ പോർഷൻസിലായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നല്ലത്. മറ്റേത് നമ്മൾ ഒന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുമിച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പുറത്തെടുത്ത് അത് തണുത്ത് ആറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീസറിൽ വെക്കുമ്പം അത് കേട് വന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് ആണ് നല്ലതെന്ന് പറഞ്ഞത്. കാരണം അപ്പം നമുക്ക് ഓരോ കട്ടായിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പം സിപ്പർ ബാഗിൽ സ്റ്റോർ ചെയ്താൽ മതി. സിപ്പർ ബാഗ് ഇല്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് നല്ല ഐസ് പോലെ കിട്ടും. ഇത് കണ്ടത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരില്ല. നമ്മളിങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് മെല്ലെ മെല്ലെ എടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ സിപ്പർ ബാഗ്സ് കിട്ടും. ആ സിപ്പർ ബാഗ്സിലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഫ്രീസായാലും ജസ്റ്റ് 2 കൊട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഇതിങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി. കണ്ടോ, ഇതിങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്യൂബ്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ സിപ്പർ ബാഗ് ഇല്ലാത്തവർക്ക് ഇനി സാധാ പ്ലാസ്റ്റിക് നല്ല ബാഗിലാക്കിയിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയാൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കടക്കാണ്ട രീതിയിൽ വെച്ചാൽ മതി. ഇതിങ്ങനെ ഓരോന്ന് നമുക്കത് ആവശ്യത്തിന് എടുത്തിട്ട് മറ്റേ പാലും പഞ്ചസാര എന്താ വെച്ചാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല ഷേക്ക് ആക്കിയിട്ടെടുക്കാം.
അപ്പം ഇത് എളുപ്പമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സിപ്പർ ബാഗില്ലാത്തവർ പ്ലാസ്റ്റിക് ബാഗിൽ ഉപയോഗിക്കുക. ഇത് നോമ്പിനൊക്കെ നല്ലൊരു മെത്തേഡായിരിക്കും. നമ്മൾ നോമ്പിനൊക്കെ ജ്യൂസൊക്കെ ലാസ്റ്റാണ് എടുക്കുക. അപ്പം ഇത് അരിയലും പിന്നെ പിടിക്കലും ഒന്നും വേണ്ട, തൊലി കളയലും ഒന്നും വേണ്ട ജ്യൂസ് എടുക്കാനൊക്കെ. അപ്പം ഇതാണ് ഇങ്ങനെ. ഇതേപോലെ ഞാൻ പച്ചമാങ്ങ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് എപ്പിസോഡിൽ, പച്ചമാങ്ങ എങ്ങനെയാണ് നമ്മൾ പൾപ്പ് എടുക്കുന്നത്, പ്യൂരി ആക്കുന്നത് എന്നുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഭയങ്കര നല്ലൊരു ജ്യൂസാണ്. ഞാൻ ആ ഇതിൽ കാണിച്ചിട്ടുള്ളത് പച്ചമാങ്ങ വെച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ജ്യൂസിൻ്റെ മേലിൽ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് പച്ചമാങ്ങ നമുക്ക് കറിക്ക് ആവശ്യത്തിനും അല്ലെങ്കിൽ ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യണത് എന്നുള്ളതാണ്. അപ്പം അത് എങ്ങനെയാണ് കാണിച്ചു ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മളൊന്നുമില്ല, നമ്മളുടെ പച്ചമാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അത് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക ചെയ്യണത്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ ക്യൂബ്സ് ആക്കി വെക്കണ പോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് കറിയിലിടാനൊക്കെ എളുപ്പമുണ്ടാവും. മീൻ കറിയിലൊക്കെ പച്ചമാങ്ങ ഇട്ടാലുള്ള ടേസ്റ്റ് നമുക്കറിയാമല്ലോ, ഭയങ്കര ടേസ്റ്റാണ് പച്ചമാങ്ങ ഇട്ടാൽ. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ നല്ലൊരു ഓപ്ഷനാണ്. മറ്റേ നമ്മൾ എത്രയെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ നാട്ടിലത്തെ മാങ്ങ അങ്ങനെ കിട്ടൂല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് വാടിപ്പോവും ഫ്രിഡ്ജിൽ കുറേ ദിവസം വെച്ചാൽ, അല്ലെങ്കിൽ പഴുത്തു പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പച്ചമാങ്ങ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. നമ്മളുടെ കറിക്ക് നമ്മൾ എത്ര വലുപ്പത്തിലാണോ ഇടുന്നത് ആ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുക. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് നമുക്ക് ചമ്മന്തിക്കും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ പച്ചമാങ്ങ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കണം, അതിന് നമുക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് ഇതേപോലത്തെ സിപ്പർ ബാഗിലിട്ടിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. എന്നിട്ട് ഫ്രീസറിൽ വെക്കും. ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇളക്കി എടുക്കും. അതാണ് ചെയ്യൽ. അധിക നേരം പുറത്ത് വെച്ച് തണുപ്പാറിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കരുത്, കേട് വന്നു പോവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് കൊട്ടിയാലൊക്കെ തന്നെ ഇതിങ്ങനെ ഇളകി വരും, കാരണം മുറിച്ച കഷ്ണങ്ങളല്ലേ. അപ്പോൾ ഇതിങ്ങനെ 2 പാക്കറ്റിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 മാങ്ങ ഉണ്ടാവും ഇത്. ഇങ്ങനത്തെ സിപ്പർ ബാഗ്സ് ഇല്ലാത്തവർ നമ്മളുടെ പ്ലാസ്റ്റിക് ബോക്സസിൽ വെച്ചാൽ മതി. എനിക്ക് എൻ്റെ ഫ്രീസറിൽ ഒരു സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ഉപ്പുമാങ്ങ ചമ്മന്തിയാണ്. ഉപ്പിലിട്ട മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പം ഇവിടേക്കാകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം അത് വെച്ചിട്ടൊരു ചമ്മന്തിയാണിത്. ഈ ഒരു സൈസ്, ഒരു മീഡിയം സൈസ് മാങ്ങ നല്ലോണം ആയിട്ടുണ്ട്. ഈ മാങ്ങ എനിക്ക് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ആക്കി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ചെറിയുള്ളി വേണം ഒരു 6-7 എണ്ണം, 2 പച്ചമുളക്, നമുക്ക് എരിവിനനുസരിച്ച്, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത് 4 സാധനങ്ങളാണ് ഈ ഒരു ഉപ്പുമാങ്ങ ചമ്മന്തിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിത് ഇങ്ങനെ പൾപ്പ് പുറത്തേക്ക് എടുക്കാം ഉപ്പുമാങ്ങൻ്റെ. എന്നിട്ട് കുരുവെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കണം മിക്സിയിൽ. ഇനിയിപ്പം അമ്മിയുള്ളവർക്ക് അമ്മിയിൽ അരയ്ക്കുക. ഏറ്റവും ടേസ്റ്റ് നമ്മളുടെ ഈ ചതക്കിന് അതൊക്കെ അമ്മിയുള്ളവർക്കൊക്കെ അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം അരയും വേണ്ട, അങ്ങനത്തെ ഒരു രീതിയിലുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ അമ്മിയില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കുറച്ചധികം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കുക. ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൽ ഞാൻ പറയണ പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാണിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു കടുമാങ്ങയാണ്. ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കടുമാങ്ങയാണ്. നോമ്പിനൊക്കെ സ്പെഷ്യലി ഉണ്ടാക്കി വെക്കും. ഉമ്മയൊക്കെ വന്നാൽ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. കാരണം ചുമ്മാ നമ്മൾ നോമ്പിന് അത്താഴത്തിന് ചോറാണ് കഴിക്കുക. അപ്പോൾ കുറേ കൂട്ടാനൊന്നും കൂട്ടി നമുക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം പണി തീർക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിപ്പം കുറച്ചുണ്ടാക്കിയാൽ തന്നെ കുറേ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പഴുപ്പുള്ളതും അല്ല പച്ചയും അല്ല, ഒരു മീഡിയം പഴുപ്പാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവിന് കണക്കാക്കാം കേട്ടോ. പിന്നെ കടുക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ ഉണ്ട്. ഉലുവ ഒരു 1/4 ടീസ്പൂൺ, അതിൽ കുറവ് മതി, കൂടുതൽ വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിനാണ്. ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി നുറുക്കിയത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് 2 എണ്ണം. പിന്നെ വെളിച്ചെണ്ണ, ശർക്കര ഉണ്ട്. ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പഞ്ചസാര ഉപയോഗിക്കുക വേണ്ടവർക്ക്. ശർക്കര നമുക്ക് ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട്. പിന്നെ ഉപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉലുവയും കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട, നമ്മളുടെ ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മതി. കാരണം കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെ ആയിപ്പോവും, പിന്നെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും മാങ്ങ കുടഞ്ഞു പോവും. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചിയും പച്ചമുളകും ഉപ്പ് ഇടണം. ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വെന്ത് അതിൻ്റെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറണ വരെ ഇത് നല്ലോണം തിളച്ച് വരുമ്പം നമുക്ക് നമ്മളുടെ ശർക്കരയും മാങ്ങയും കൂടി ഇട്ടിട്ട് വേവിക്കാം. മാങ്ങ അധികം വെന്തുടയണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, മാങ്ങക്ക് അധികം വേവില്ല. പിന്നെ ശർക്കര ഞാനിപ്പം ഈ ഇട്ടൊരു കഷ്ണത്തിൻ്റെ അത്ര തന്നെ ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട്, കാരണം ആ ഒരു മധുരം കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അത്ര തന്നെ കുറച്ചും കൂടി പാനിയാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു അളവനുസരിച്ചിട്ടിടണം കേട്ടോ. എനിക്ക് ആ ഒരു എരിവ് മുകളിൽ നിൽക്കണം, എന്നാൽ മധുരവും വേണം എന്നുള്ള രീതിയിലാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് നല്ലോണം മാങ്ങ നല്ല വെന്തിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വറ്റിക്കണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വറ്റിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വെള്ളം, പിന്നെ ഇതിൽ ഇരുന്നിട്ട് തന്നെ ഒന്നും ഇങ്ങോട്ട് കുറുകും. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഓഫ് ചെയ്യുക തീയെ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഒന്നിരുന്നാലും ഒന്നും കൂടി ഒന്ന് കുറുകും, ഒന്ന് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഭയങ്കര ഈസിയാണിത്, എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചമാങ്ങ വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചയും പഴുത്തൊന്നും മിക്സ് ചെയ്തിട്ടൊക്കെ ഇത് ട്രൈ ചെയ്യുക. പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ആദ്യം ശർക്കരൻ്റെ കൂടെ ഇട്ടിട്ട് അതൊന്ന് തിളച്ചൊരു ഹാഫ് വേവ് ആയിട്ട് പഴുത്ത മാങ്ങ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ പഴുത്ത മാങ്ങ അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സേബ ഡയറീസിൻ്റെ ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ അയച്ചു തരാണെങ്കിൽ ഞാൻ എന്തായാലും അതെൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് പേര് അയച്ചു തന്നിട്ട് ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. സേബ ഡയറീസിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും താല്പര്യമുള്ളവർ എനിക്ക് അയച്ചു തരാൻ വേണം. എനിക്കും ഭയങ്കര സന്തോഷമാവും അതൊക്കെ കണ്ടാൽ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അതും നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. മെസ്സേജിലൂടെ ആണെങ്കിൽ മെസ്സേജിലൂടെ, കമൻറ്റിലൂടെ ആണെങ്കിൽ കമൻറ്റിലൂടെ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മാങ്ങകളെ വെച്ചിട്ട് ഞാൻ ചെയ്തത്. ഇനി കുറച്ച് മാംഗോ പ്യൂരി റെസിപ്പീസും കൂടി ട്രൈ ചെയ്യണം എന്നുണ്ട്. പക്ഷേ നടക്കുമോയെന്നറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാ ട്രൈ ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും കാണിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.